ആകെ നാണം കെട്ട പണിയായി പോയല്ലോ. പോകുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയിരുന്നില്ലേ? അതുകൊള്ളാം. ഉറങ്ങിക്കിടക്കുന്ന ആളെ വിളിച്ചുണർത്തി യാത്ര പറഞ്ഞാലേ എന്തിനാ ശല്യപ്പെടുത്തിയേന്ന് ചോദിച്ചേനെ. ശല്യപ്പെടുത്തിയാലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? കേട്ട പാതി കേൾക്കാത്ത പാതി കഥവും ചവിട്ടി പൊളിച്ചു. മുത്തശ്ശി എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാൻ? ഗൗതമൻ എന്നോട് അത്രയും സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചു കാണും. പിന്നെ ഞാനൊരു പൊട്ടനാണല്ലോ എന്നായിരിക്കും മുത്തശ്ശി വിചാരിച്ചത്. അല്ലെങ്കിൽ എടുത്തു ചാടി കഥ ചവിട്ടി പൊളിക്കില്ലായിരുന്നല്ലോ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവ് അങ്ങനെയാണ്. ഭാര്യയ്ക്കൊരാപത്ത് പറ്റിയെന്നറിഞ്ഞ പിന്നെ മുന്നും പിന്നും നോക്കില്ല, ചാടി പുറപ്പെടും. ഗൗതം അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവരുടെയൊക്കെ മുഖത്ത് നോക്കും? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? വിളിച്ചിട്ട് കഥക് തുറക്കാതിരുന്നപ്പോ എനിക്ക് എന്തു പറ്റി കാണുമെന്നാ ഗൗതം വിചാരിച്ചത്? എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റി കാണുമെന്ന് ഗൗതം കരുതിയോ? പിന്നല്ലാതെ. അല്ലെങ്കിൽ വിളിച്ചാ കഥ തുറക്കില്ലേ? ഇനിയിപ്പോ കഥക് ചവിട്ടി പൊളിക്കുമ്പോ ഞാൻ അകത്ത് മരിച്ചു കിടക്കുകയായിരുന്നെങ്കിൽ ഗൗതം എന്ത് ചെയ്യുമായിരുന്നു? നീ കഥക് തുറക്കാതിരുന്നപ്പോ മനസ്സിലൊരിക്കലും അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ചിന്തിക്കാനാവില്ല പെണ്ണെ. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന നാഗദൈവങ്ങളെ മുഴുവൻ ഞാൻ വിളിച്ച് യാചിച്ചത് നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കണെന്നാ. പ്ലീസ് നിധി, എന്റെ മരണമെന്നൊരു വാക്കുപോലും ഇനി എന്നോട് പറഞ്ഞു പോരുത്. ആ, അതെനിക്ക് താങ്ങാവുന്നല്ലോ അപ്പുറം. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. എന്റെ ഗൗതമനെ എനിക്കറിയില്ലേ? ഗൗതമനെ വിട്ടു പോവാൻ ഈ ജന്മം എനിക്ക് പറ്റുമോ? എനിക്കറിയാം ഞാനില്ലെങ്കിൽ ഈ ഗൗതം ഇല്ലെന്ന്. ഐ ലവ് യു ഗൗതം.